ശ്ലോകം 5. 4-ാം ശ്ലോകത്തിൽ ശ്രേഷ്ഠനായ ഭക്തൻ്റെ കാര്യം പറഞ്ഞു. 5-ാമത്തെ ശ്ലോകത്തിൽ ഒരു പ്രാകൃത ഭക്തൻ്റെ, വലിയ ഭക്തനൊന്നുമല്ല, എങ്കിലും ഭക്തിമാർഗത്തിലേക്ക് വന്നിട്ടുള്ള ആളാണ്, അതാണ് പ്രാകൃത ഭക്തൻ. ആ പ്രാകൃത ഭക്തൻ്റെ കാര്യമാണ് പറയുന്നത്. ത്വൽഭക്തോ ബാധ്യമാനോ വിഷയരസൈ. ആ പ്രാകൃത ഭക്തൻ, ഇവിടുത്തെ ഭക്തൻ പ്രാകൃത ഭക്തൻ. പല കാര്യങ്ങളിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്, വിഷയരസം. പല കാര്യങ്ങൾ, പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, നല്ല രസമുള്ളതായ വസ്തുക്കൾ ആഹരിക്കുന്ന കാര്യത്തിൽ, പലതിലുമുണ്ട്. ആ വിഷയങ്ങൾ കൊണ്ട് അയാളുടെ മനസ്സിന് ഇളക്കം വരാം. ബാധ്യമാനഹ അഭി, അയാളുടെ മനസ്സിന് ഇളക്കം വന്നാലും, അതാണ് ഭക്തിമാർഗത്തിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഭക്തി ഉറച്ചിട്ടില്ല. മുമ്പുണ്ടായിരുന്നതായ ആ വിഷയങ്ങളിലുള്ള രസം അത് ഇടയ്ക്ക് വരും, അതാണ് ബാധ്യമാനഹ അഭി, ഇടയ്ക്ക് അയാളെ ബാധിക്കും. എന്തുകൊണ്ട്? ഇന്ദ്രിയ അശാന്തി ഹേതോഹോ, ആ ഇന്ദ്രിയങ്ങൾ അത് കാണണം എന്ന് പറയും, അതാണ്, അത് അനുഭവിക്കണം എന്ന് പറയും. ഇന്ദ്രിയ അശാന്തി ഹേതോഹോ, പക്ഷേ അയാൾ ഉറച്ചു നിൽക്കണം, അതാണ് ഭക്തിയായേവ, ഭക്തിയിൽ തന്നെ മുറുക്ക പിടിച്ചു നിൽക്കണം. ആക്രമ്യമാണൈഹി, ആ ഭക്തി ഈ വിഷയരസങ്ങളെയൊക്കെ ആക്രമിക്കും. പുനരവിഖലു തൈർ ദുർബലൈർനാഭിജയ്യ, അവർ വിഷയരസങ്ങൾ അധികം ശക്തിയുള്ളവരല്ല, ദുർബലന്മാരാണ്. ആ ദുർബലന്മാർക്ക് ഈ ഭക്തിയെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തനെ ജയിക്കാൻ പറ്റില്ല. നാഭിജയ്യ. അപ്പോൾ നമ്മളെക്കുറിച്ച് ഒക്കെ പറയുകയാണ്, ഓർമ്മ വേണം. ഭക്തിയുണ്ട്, പക്ഷെ ഉറച്ചിട്ടില്ല. മുമ്പ് എന്തെല്ലാം വിഷയങ്ങൾ അനുഭവിച്ചുവോ ആ വിഷയങ്ങൾ ഉള്ളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അതിനുള്ള ആൾക്കാരും വന്ന് നമ്മളെ പ്രേരിപ്പിക്കും. അപ്പോൾ അങ്ങോട്ട് പോണോ എന്നുള്ളതായ ഒരു തോന്നൽ വരും. മുറുക്ക പിടിക്കണം. ഭക്തിയായേവ, ഞാൻ ഭക്തി വിടില്ല എന്ന് പറഞ്ഞ് മുറുകെ പിടിച്ചാൽ ആ ഭക്തി ഈ വിഷയരസങ്ങളെയൊക്കെ ആക്രമിക്കും. അവര് ദുർബലന്മാരാണ്, അവർക്ക് ഈ ഭക്തിയെ ജയിക്കാൻ സാധിക്കുക. നാഭിജയ്യ, അവരാൽ ജയിക്കപ്പെടാവുന്നതല്ല. അഗ്നിയുടെ കാര്യമാണ് പിന്നെ പറയുന്നത്. സപ്താർച്ചിഹി ദീപിതാർച്ചിഹി, വിറക് കൂട്ടി അതിന് 7 ജ്വാലകളാണ്, അതാണ് സപ്താർച്ചിഹി എന്ന് പറയുന്നത്. അത് ദീപിതാർച്ചിഹി, നന്നായി കത്തണം. കാട്ടിലൊക്കെ അങ്ങനെയാണ് വരിക. അത് ആരും കൂട്ടുന്നതല്ല, ഈ മുളകൾ തമ്മിൽ ഒരസം, ആ ഘർഷണം കൊണ്ട് അഗ്നി ഉണ്ടാവും. അരണി കടയും പോലെയാണ്. ആ തീയ് അങ്ങനെ ഇതാവും. പാലക്കാട് ഭാഗത്ത് വന്നാൽ കാണാൻ സാധിക്കും. 30 കിലോമീറ്റർ ദൂരം അഗ്നി കത്തുന്നത് കാണാം. ആ മലയിൽ ഒന്നും കെടുത്താനൊന്നും സാധ്യമല്ല, അങ്ങനെ കത്തിക്കൊണ്ടുപോകും. സപ്താർച്ചിർ ദേവിതാർച്ചിർ ദഹതി, എന്തിനെ ദഹിപ്പിക്കണേ? ഭൂരി ദാരുപ്രപഞ്ചം, എല്ലാ വിറകിനെയും നശിപ്പിക്കും, എല്ലാ വൃക്ഷങ്ങളെയും നശിപ്പിക്കും. ഭൂരി ദാരുപ്രപഞ്ചം, എപ്രകാരം തന്നെ ഉണ്ടായതായ അഗ്നി എല്ലാ വൃക്ഷങ്ങളെയും അല്ലെങ്കിൽ വിറകിനെയും ദഹിപ്പിക്കുന്നുവോ അതുപോലെ ത്വൽഭക്തിയോഹേ, ആ ഭഗവാനിലുള്ളതായ ആ ഭക്തി അത് ഒരു എന്താ പറയേണ്ടത്, ഒരു നദി പോലെയാണ് അതിൻ്റെ ഒഴുക്ക്. അതാണ്
ത്വൽഭക്തിയോഹേ, ആ ഭക്തി അങ്ങനെ വർദ്ധിക്കുമ്പോൾ പ്രദഹതി ദുരിതം, ദുരിതത്തിനെ മുഴുവൻ ദഹിപ്പിക്കുന്നു. എപ്രകാരം ചെറുതായിട്ടുണ്ടായ അഗ്നി ഒരു കാടിനെ മുഴുവൻ നശിപ്പിക്കുന്നുവോ, അതുപോലെ ചെറുതായിട്ടുണ്ടായതായ ഈ ഭക്തി എന്തെല്ലാം ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതിനെ മുഴുവൻ നശിപ്പിക്കുന്നു. ദുർമതക്വേന്ദ്രിയാണാം, പക്ഷേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ വീണ്ടും ആ വിഷയങ്ങളിലേക്ക് ഇതാവും. അവരുടെ ആ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളൊന്നും അവിടെ വിലപ്പോകില്ല എന്ന് പറയില്ലേ, ആ ഭക്തിയുടെ അടുത്ത് വിലപ്പോകില്ല. ഭക്തിക്ക് അത്രത്തോളം ശക്തിയാണ്. ഭക്തി ഓഘം, ഗംഗാനദി പോലെ അങ്ങനെ ഒഴുകുന്നതാണ്. അതിനെ തടുത്തു നിർത്താൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ പ്രാകൃത ഭക്തൻ പോലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അയാൾക്ക് ഭക്തി ഉറച്ചിട്ടില്ല. പല വിഷയങ്ങൾ മുമ്പ് അനുഭവിച്ചിരുന്നത് അതിൻ്റെ രസം അങ്ങനെ നാക്കിൽ അങ്ങനെ നിൽക്കണു. ആ രസം വീണ്ടും വീണ്ടും അയാളെ അതിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒക്കെ ഈ ഭക്തിയിൽ ഉറച്ചു നിന്നാൽ ഭക്തിയായേവ ആക്രമ്യമാണ, ആ വിഷയങ്ങളെ എല്ലാം ആക്രമിച്ച് കീഴടക്കും. ആ വിഷയങ്ങളെല്ലാം ദുർബലങ്ങളാണ്. നാഭിജയിക, അവർക്ക് ഈ ഭക്തിയെ ഒരിക്കലും ജയിക്കാൻ സാധ്യമല്ല. ഏതുപോലെ അതാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നതായിരിക്കണം. എപ്രകാരം ആ തീയെ, നാം കത്തിച്ചതായ തീയെ അല്ലെങ്കിൽ കാട്ടുകളിലും മറ്റും ഉണ്ടാവുന്നതായ ആ തീയെ സപ്താർച്ചിർ ദീപിതാർച്ചിർ ദഹതികില യഥാ ഭൂരിദാരുപ്രപഞ്ചം, സകല വൃക്ഷങ്ങളെയും, അപ്പോൾ കാട്ടിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഒരു ചെറുതായ ഒരു അഗ്നി വന്നത് അങ്ങനെ കത്തി 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 അനേകം വൃക്ഷങ്ങളെ എപ്രകാരം നശിപ്പിക്കുന്നുവോ. ത്വൽഭക്തിയോഹേ, ഭഗവാന്റെ ഭക്തി ആകുന്ന ആ പ്രവാഹത്തിൽ, ഒരു പ്രവാഹമാണ് ഗംഗാനദിയുടെ പ്രവാഹം പോലെ, അത് ശക്തിയോടുകൂടി ഒഴുകണം. ആർക്കും അതിനെ തടുക്കാൻ സാധ്യമല്ല. അതിൻ്റെ ഗുണം എന്താണ്? പ്രദഹതി ദുരിതം, എല്ലാ ദുരിതങ്ങളെയും നശിപ്പിക്കുന്നു. തഥൈവ പ്രദഹതി ദുരിതം, എപ്രകാരം ഈ അഗ്നി എല്ലാ വൃക്ഷങ്ങളെയും നശിപ്പിക്കുന്നുവോ അതുപോലെ ഈ ഭക്തി എല്ലാ ദുരിതങ്ങളെയും നശിപ്പിക്കുന്നു. ദുർമതക്വേന്ദ്രിയാണാം, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആ ദുഷിച്ചതായ ആ അവസ്ഥ, ദുരുപയോഗം, അതൊന്നും സാധ്യമല്ല. അപ്പോൾ ഭക്തി ഉണ്ടാക്കാൻ ശ്രമിക്കൂ. അതാണ് ധ്യാനയോഗമാണ് പറഞ്ഞെങ്കിലും ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അനേകം ശ്ലോകങ്ങളിൽ പറയുന്നത്. ഭക്തി മെല്ലെ മെല്ലെ ഉണ്ടാക്കൂ. ആ ഭക്തി കൊണ്ട് മാത്രമേ സത്വഗുണം വർദ്ധിക്കുള്ളൂ. ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു, ആ ഭക്തി കൊണ്ട് സത്വഗുണം വർദ്ധിക്കുന്നു. ആ സത്വഗുണം രജോഗുണത്തിനെയും തമോഗുണത്തിനെയും ആദ്യം നശിപ്പിച്ച് പിന്നെ സത്വഗുണം തന്നെ നശിച്ച് യാതൊരു ഗുണങ്ങളും ഇല്ലാതെ കണ്ട് ആ ഭഗവാനുമായി, ഈ ഹൃദയത്തിലാണ് എല്ലാം ഉള്ളത്, അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? ഭഗവാൻ മാത്രം. വർത്തിതാഹേ ത്വമേവ, ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞതാണ്. ഭഗവാനായി നമുക്കിരിക്കാൻ സാധിക്കുന്നു. അതൊരു പ്രാകൃത ഭക്തന് പോലും ആ ഭക്തി കൊണ്ട് കൃതാർത്ഥത നേടാൻ സാധ്യമാണ്. ശ്രേഷ്ഠനായ ഭക്തൻ്റെ കാര്യം പറയുകയേ വേണ്ട, അവനൊന്നിലും ആഗ്രഹമില്ല. ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചില ആഗ്രഹങ്ങൾ വരും. പക്ഷേ ഈ ഭക്തി എപ്പോൾ വർദ്ധിക്കുന്നുവോ, എപ്രകാരം ആ അഗ്നി കാട്ടിനെ മുഴുവൻ നശിപ്പിക്കുന്നുവോ അതുപോലെ ഈ ഭക്തി മെല്ലെ 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 ഇവൻ്റെ എല്ലാ വിഷയാശകളെയും നശിപ്പിക്കും.